ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാ പള്ളിക്കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും മലപ്പുറം സ്റ്റൈൽ പള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാട്ടോ. 1 kg ആണ് എടുത്തിട്ടുള്ളത്. 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചൊക്കെ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പറ്റ ചെറുതാക്കി കട്ട് ചെയ്യേണ്ട. ഇതാ ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ഇതാ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഒരു പിടിയോളം ചെറിയുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതിയോളം വെളുത്തുള്ളി കേട്ടോ. ഒരു 4 പച്ചമുളകും. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല. ഇനി ഇതാ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ആദ്യം. അപ്പോൾ അതിലേക്ക് ഇതാ ചതച്ച് വെച്ച പച്ചമുളകും ചെറിയുള്ളി, വെളുത്തുള്ളി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. പിന്നെ അതാ 1/2 ടീസ്പൂണ് മുളക് പൊടി. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് 4 വിസിൽ വരുന്നത് വരെ അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു ടൈമിൽ ഇതൊന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്കൊരു പൊടി തയ്യാറാക്കണം കേട്ടോ, മസാലപ്പൊടി. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് വലിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ വറുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതാ കുക്കറും തുറന്ന് നോക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളത്തോടു കൂടി നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ എരിവ് കൂടുതലുള്ളത് എടുക്കരുത്. അപ്പോൾ ആ വെള്ളത്തോട് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇളക്കിയിട്ട് നമ്മൾ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ നീർച്ച ബീഫ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതിന് പള്ളിക്കറി എന്ന് പറയും കേട്ടോ. നമ്മളിവിടെ നീർച്ച ബീഫ് എന്ന് കേട്ടോ പറയാറ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങാച്ചോറിൻ്റെ ഒക്കെ കൂടെ ഇട്ട് കഴിക്കാൻ അടിപൊളി. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ വേണം കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ. എനിക്കങ്ങനെ ഇട്ട് തോന്നിയിട്ടുള്ളത് തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണ്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും തേങ്ങാച്ചോറും കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ നല്ല സൂപ്പർ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നീർച്ച ബീഫിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാച്ചോറും നീർച്ച ബീഫും. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. രണ്ടും കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നീർച്ച ബീഫൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്തായാലും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.